കറുപ്പും വെളുപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈക്കോടതി ജഡ്ജിക്ക് ഒരു കയ്യടി ഇരിക്കട്ടെ. സിയാൽ എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള, ഉടമസ്ഥതയിലെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ ലാഭം ഉണ്ടാക്കുന്ന അപൂർവം ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് സിയാൽ. അപ്പോൾ സിയാലിൻ്റെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൻ്റെ വിവരങ്ങൾ ചോദിച്ചിട്ട് ഒരാൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അപേക്ഷ അവർ കൊടുത്തില്ല. അവർ വിവരാവകാശ കമ്മീഷനിൽ പോയി. വിവരാവകാശ കമ്മീഷൻ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തില്ല. അതിനെതിരായിട്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി, വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ തള്ളി. അപ്പോൾ വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ പെറ്റീഷൻ പോകുമ്പോഴത്തേക്ക് തന്നെ ഈ പെറ്റീഷൻ്റെ നിയമപരമായിട്ടുള്ള സാധുത നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കാര്യം 32% ഓഹരിയാണ് സർക്കാരിനുള്ളതെങ്കിലും മുഖ്യമന്ത്രിയാണ് സിയാലിൻ്റെ ചെയർമാൻ. അപ്പോൾ ഈ വിവരങ്ങൾ കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിനകത്ത് അവർക്ക് ഒളിക്കാൻ എന്തോ ഉള്ളതുകൊണ്ടാണ് കൊടുക്കാത്തത്. അങ്ങനെ ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പ് എത്തി. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പ് എത്തിയപ്പോഴത്തേക്ക് ഹൈക്കോടതി ഇത് വിശദമായിട്ട് കേട്ടിട്ട് ഈ വിവരാവകാശ നിയമത്തെ മാനിക്കാത്തതിനും കോടതി ഉത്തരവുകളെ ബോർഡിൻ്റെ അംഗീകാരമില്ലാതെ കോടതിയിൽ ചോദ്യം ചെയ്തതിനും MDക്ക് 1 ലക്ഷം രൂപ പിഴ വിധിച്ചു. 10 ദിവസത്തിനകത്ത് പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ കാര്യങ്ങളെല്ലാം വളരെ ഫെയറാണ്. ഇനി നമ്മളൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ നമ്മുടെ നിയമത്തിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് സിവിൽ കോടതിയിലാണെങ്കിൽ മുൻസിഫും, ക്രിമിനൽ കോടതിയിലാണെങ്കിൽ മജിസ്ട്രേറ്റുമാണ്. അത് കഴിഞ്ഞിട്ട് ജഡ്ജസ് ആണ് വരുന്നത്. സെഷൻസിലായാലും ജില്ലയിലായാലും ജഡ്ജ് എന്ന് പറയും. അതിന് മേലുള്ള സ്ഥാനമാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർക്ക് നമ്മുടെ ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. ഈ ജഡ്ജും ജസ്റ്റിസും തമ്മിൽ കുറച്ച് വ്യത്യാസം. ജഡ്ജസിനില്ലാത്ത ഒരുപാട് പവർ ജസ്റ്റിസിനുണ്ട്. അപ്പോൾ ജസ്റ്റിസ് ചെയ്യുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഈ ജഡ്ജി വിധിച്ച 1 ലക്ഷം രൂപ പിഴ വിധിച്ചത് വരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫെയറാണ്, നല്ലതാണ്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു പെശക് പറ്റിയില്ലയോ എന്നൊരു സംശയം. നമ്മുടെ മീഡിയയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവർ ചില കാര്യങ്ങൾ അറിയാതെ വിട്ടുപോകും. അത് കണ്ടുപിടിക്കലാണ് കറുപ്പും വെളുപ്പിൻ്റെ ജോലി. നമ്മുടെ ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ 1 ലക്ഷം രൂപ ആർക്കടയ്ക്കാനാണ് പറഞ്ഞത്? സർക്കാർ ട്രഷറിയിൽ അടയ്ക്കാനല്ല പറഞ്ഞത്. ഈ ഇദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്ന ട്രഷറിയിൽ അടയ്ക്കാമായിരുന്നു ആ പൈസ. ഈ പൈസ അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷക സംഘടനയുടെ അക്കൗണ്ടിലാണ് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ, ഹൈക്കോടതിയിലെ അഭിഭാഷകന്മാർക്ക് എന്തെങ്കിലും കൊമ്പുണ്ടോ? അവിടെ തന്നെ ക്ലാർക്കുമാരുടെ അസോസിയേഷൻ ഉണ്ട്. അവർക്ക് ഈ പൈസ കൊടുക്കാമല്ലോ. ഒരാളിൽ നിന്ന് പിഴയായിട്ട് സ്വീകരിക്കുന്ന തുക, പിഴ വിധിക്കാൻ ജഡ്ജിക്ക് അധികാരമുണ്ട്. ആ പിഴ വിധിക്കുന്ന തുക ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്ന് ഉള്ള ഒരു അധികാരം ജസ്റ്റിസിനുണ്ടെങ്കിൽ തന്നെ അത് പൊതുവായിട്ട് ന്യായമാണെന്ന് മറ്റുള്ളവർ കൂടെ തോന്നുകയും കൂടെ വേണം. നിയമത്തിൻ്റെ ഒരു ബാലപാഠമുണ്ട്. നമ്മൾ ന്യായം ചെയ്താൽ മാത്രം പോരാ, അത് ന്യായമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കൂടെ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇദ്ദേഹം ചെയ്തപ്പോഴത്തേക്ക് ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹൈക്കോടതി അഭിഭാഷകരോട് അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ അവരുടെ വർക്കൊക്കെ ചെയ്യുന്ന ക്ലാർക്കുമാരുടെ സ്നേഹമില്ലാതായി പോയത് വളരെ മോശമായിപ്പോയി. അപ്പോൾ ആ പൈസയുടെ പകുതി ഹൈക്കോടതി അഭിഭാഷക സംഘടനയ്ക്കും പകുതി അവിടുത്തെ ക്ലാർക്കുമാരുടെ സംഘടനയ്ക്കും കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉചിതമായ, എന്തായാലും ഹൈക്കോടതി വിധിയെ നമുക്കാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചോദ്യം ചെയ്ത് പോകണമെങ്കിൽ ഈ പറഞ്ഞ 1 ലക്ഷത്തിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് ചിലവാകും. നമുക്ക് അഭിപ്രായം പറയാമെന്നുള്ളേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം ഇതാണ്. ഇത് കാതുള്ളവർ കേൾക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് അഭിഭാഷകർക്കൊപ്പം തന്നെ ക്ലാർക്കുമാർക്ക് ഇതിനകത്തുള്ള അവകാശമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ.